നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. വരും ദിവസങ്ങളിൽ നമുക്ക് നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ഒരു കറണ്ട് ട്രെൻഡ് നോക്കിയാൽ അറിയാം. കറണ്ട് ട്രെൻഡ് ഒരു കൺജസ്റ്റഡ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു ക്ലോസിംഗ് ഒരു പോസിറ്റീവ് തന്നെയാണ് ക്ലോസിംഗ് നിലനിർത്തിയിരിക്കുന്നത്. ഈ പോസിറ്റീവ് ട്രെൻഡിന് നിലനിർത്തേണ്ട സപ്പോർട്ട് ലെവൽ മാറിയിട്ടുണ്ട്. ട്രെൻഡ് റിവേഴ്സൽ ഏരിയ മാറിയിട്ടുണ്ട്. 24200 24200 ആയിരിക്കണം നിഫ്റ്റിയുടെ ട്രെൻഡ് റിവേഴ്സൽ ഏരിയ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റിൽ ട്രെൻഡ് റിവേഴ്സൽ ഏരിയ അപ്ഡേറ്റ് ചെയ്തത് വ്യത്യാസമുണ്ട്, എപ്പോഴും ശ്രദ്ധിക്കുക. 24,200 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ, ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നിഫ്റ്റിയുടെ ഒരു പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതായിരിക്കണം ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഒരു സമയത്ത് ഈ സപ്പോർട്ടിന്റെ അടുത്തുനിന്ന് ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഇതിന് താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ ട്രെൻഡ് റിവേഴ്സ് ആവും. ട്രെൻഡ് റിവേഴ്സ് ആയാൽ മാർക്കറ്റിലെ ക്വിക്കായിട്ടുള്ള ഫാളിന് സാധ്യതയുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളായാലും നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ കറന്റ് ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഇന്നത്തെ ഒരു ക്ലോസിങ്ങും നിഫ്റ്റിയുടെ സിറ്റുവേഷനും പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് നിലനിർത്തണമെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് നമുക്ക് നോക്കണം. അതിനനുസരിച്ചായിരിക്കണം വരും ദിവസങ്ങളിൽ നാളെ ട്രേഡ് ചെയ്യേണ്ടത്. നാളത്തെ ഒരു ഓപ്പണിംഗ്, ഫ്ലാറ്റ് ഓപ്പണിംഗോ ചെറിയ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയാലും മാർക്കറ്റ് ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഒരു പുതിയ ഹൈയിലേക്ക് ടച്ച് ചെയ്യാൻ, അതായത് ലേറ്റസ്റ്റ് ഹൈയിലേക്ക് ടച്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് എപ്പോഴും മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സപ്പോർട്ടിന്റെ ഒരു മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ, ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ആയാലും മാർക്കറ്റിൽ ഒട്ടും മൊമെന്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. മാർക്കറ്റിൽ ചില സമയങ്ങളിലാണ് ആ ഒരു സഡൻ മൊമെന്റം കിട്ടുന്നത്. അതിനുശേഷം തീരെ ഒട്ടും മൊമെന്റ് ഇല്ലാത്ത മൂവ്മെന്റ് ആയിരുന്നു. കഴിഞ്ഞ ദിവസത്തിലായാലും ഒരു വോളറ്റൈൽ മൂവ്മെന്റ് മാർക്കറ്റിൽ സംഭവിച്ചു. അതിനുശേഷം മൊമെന്റ് ഇല്ലാത്ത മാർക്കറ്റാണ് നമ്മൾ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ ട്രേഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ക്വിക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കണം സേഫ്. കൂടുതൽ ട്രേഡുകൾക്ക് മെനക്കെടാതെ പ്രോഫിറ്റ് കിട്ടിയ ട്രേഡ് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള എൻട്രിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. എക്സാക്റ്റ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് നിലനിർത്താനായിട്ട് സാധിക്കും. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും ഈ ഒരു മൊമെന്റം മുകളിലേക്കായാലും എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരെ എത്തുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഫിക്സഡ് ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുന്ന ഏറ്റവും സേഫ് ആയിരിക്കും മാർക്കറ്റിൽ. നമുക്ക് ബൈർ ഒരു ഓപ്പർച്യൂണിറ്റി 24,530 റെസിസ്റ്റൻസ് കാണുന്നത്. 24,530 മുകളിലുള്ള ഒരു ഓപ്പണിങ് 24,530 ഹോൾഡ് ചെയ്തിട്ട് നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ചെറിയ ടൈമിലോ വലിയ ടൈമിലോ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. അതിനുശേഷമായാലും നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് 700 അടുത്ത് സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഇൻട്രാഡേയിലായാലും നിഫ്റ്റി ഒരു സെന്റിമെന്റിൽ ബൈലായാലും സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് വർക്ക് ചെയ്യും. 24,675 റെസിസ്റ്റൻസ് കാണുന്നത്. 24,675, 24,700 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് റേഞ്ച് ആണ്. 700 മുകളിൽ കയറി കഴിഞ്ഞാൽ 675 സ്റ്റോപ്പ് ലോസ് കൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ക്വിക്കായിട്ടുള്ള 24,530 താഴെയാണെങ്കിൽ ക്വിക്കായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും 24,460 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ബൈക്ക് ഈ റേഞ്ചിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയ നന്നായിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള എൻട്രീസ് നമുക്കത് കിട്ടും. അതേപോലെ തന്നെ സപ്പോർട്ടിന്റെ താഴെയാണ് നിലനിൽക്കുന്നതെങ്കിൽ, ഈ ഒരു ലെവലാണ് നിലനിൽക്കുന്നതെങ്കിൽ ചെറിയ ടൈം ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. നല്ല സപ്പോർട്ട് 24,360 24,360 അടുത്ത് നിന്നുള്ള ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയാലും സപ്പോർട്ടിൽ, അല്ലെങ്കിൽ സപ്പോർട്ടിൽ വന്ന് തിരിച്ചു കയറുന്ന ഒരു സമയത്തുള്ള ഒരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക. പക്ഷെ ഇതിന്റെ താഴത്തേക്ക് പോയാലും, ഈ ഒരു സപ്പോർട്ടിന്റെ താഴത്തേക്ക് പോയാലും ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈക്ക് മാത്രം ഇമ്പോർട്ടൻറ്റ് നൽകുക. ഹയർ ലെവൽ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക. ലോവർ ലെവൽ നല്ല സപ്പോർട്ടിൽ നിന്നുള്ള ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻറ്റ് നൽകുക. അതുപോലെ തന്നെ ലോവർ ലെവൽ സപ്പോർട്ട് 24,285 സപ്പോർട്ടാണ്. 24,285 സപ്പോർട്ടാണ്. 24,240 സപ്പോർട്ടാണ്. ഇതെല്ലാം വർക്ക് ചെയ്യുന്ന സപ്പോർട്ടാണ്. ഇതെല്ലാം വളരെ അക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, മാർക്കറ്റിൽ വർക്ക് ചെയ്യാൻ
ഏറ്റവും കൂടുതൽ ഹൈ പ്രോബിലിറ്റി ഉള്ള സപ്പോർട്ടുകളാണ് നൽകുന്നത്. അപ്പൊ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന സപ്പോർട്ട് റേഞ്ചിൽ അല്ലെങ്കിൽ സപ്പോർട്ട് റേഞ്ചിന്റെ അടുത്തുള്ള ഒരു ബൈർ ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞ് യൂട്ടിലൈസ് ചെയ്യുക, എക്സാക്ട് ആയിട്ടുള്ള നമുക്ക് എൻട്രി നമുക്ക് അത് കിട്ടും. അപ്പോൾ മാർക്കറ്റ് വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വരുന്ന ദിവസങ്ങളുടെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.